വെൽക്കം ടു മൂവി ബ്രാൻഡ്. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് സുബി സുരേഷ്. പുരുഷന്മാർ അരങ്ങുവാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നടിക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി. പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാകുകയായിരുന്നു. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയിൽ സുബി ആയിരുന്നു അവതാരകയായി എത്തിയത്. സുബി സുരേഷിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സുബിയെ സ്നേഹിക്കുന്നവരും. 42കാരിയായ സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. ടിനി ടോം സുബിയുടെ മരണവാർത്ത പുറത്തുവിട്ടപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അത്രത്തോളം ഇഷ്ടമായിരുന്നു സുബിയെ. തന്റെ വിഷമങ്ങളൊന്നും സുബി ആരെയും അറിയിച്ചിരുന്നില്ല. സിനിമാ രംഗത്ത് ഒരു പിടി അടുത്ത സുഹൃത്തുക്കൾ സുബിക്കുണ്ടായിരുന്നു. ഇതിലൊരാളായിരുന്നു നടി മഞ്ജു പിള്ള. സുബി മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപ് മഞ്ജു പിള്ളയെ വിളിച്ചിരുന്നു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത് സാധിച്ചില്ല. അതിനുള്ളിൽ സുബി ആശുപത്രിയിലായി. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് സുബിയുടെ അമ്മ അംബിക. മഞ്ജു പിള്ളയായിരുന്നു ഏറ്റവും വലിയ കൂട്ട്. മഞ്ജുവിന്റെ രഹസ്യങ്ങളൊക്കെ ഇവൾക്കും, ഇവളുടെ രഹസ്യങ്ങളൊക്കെ മഞ്ജുവിനും അറിയാം. എന്തുണ്ടെങ്കിലും സുബി എന്നോട് പറയാതിരിക്കില്ല. മനസ്സിൽ എന്തോ മറച്ചു വെച്ചിരുന്നെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും അമ്മ പറയുന്നു. ഹരി പത്തനാപുരത്തെ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് സുബി പറഞ്ഞെന്ന് ഞാൻ കേട്ടു. പുള്ളിക്കാരിക്ക് ഇത്തിരി വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നും അമ്മ പറഞ്ഞു. സുബിയുടെ മരണമുണ്ടാക്കിയ വിഷമം തന്നെ വിട്ടുപോയിട്ടില്ലെന്ന് അമ്മ പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അത്യാവശ്യത്തിന് പുറത്തിറങ്ങിയിട്ട് നാളുകളായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവോ മകനോ ചെയ്തു തരാറാണെന്നും അമ്മ വ്യക്തമാക്കി. അന്തരിച്ച നടൻ കലാഭവൻ മണിയുമായി സുബിക്കുണ്ടായിരുന്ന സൗഹൃദത്തെക്കുറിച്ചും അംബിക സംസാരിച്ചു. അമേരിക്കയിൽ ഇവരെല്ലാം ഷോയ്ക്ക് പോയി. സുബി സ്കിറ്റ് ചെയ്ത് ഓടി ഡാൻസിന് കയറും. 8 എൻട്രികൾ സുബിക്കുണ്ട്. സുബിക്ക് സ്റ്റേജിനോടുള്ള ഡെഡിക്കേഷൻ കണ്ട് മണി ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു. സ്റ്റേജിനോട് ഇത്ര ഡെഡിക്കേഷനുള്ള ഒരു കൊച്ചിനെ കണ്ടിട്ടില്ല. അവൾ അത്ര ആത്മാർത്ഥമായി ഞങ്ങളുടെ കൂടെ നിന്നു. അവളുടെ കല്യാണത്തിന് 10 പവൻ കൊടുക്കുമെന്ന് പറഞ്ഞു. മണിച്ചേട്ടന്റെ മരണം അറിഞ്ഞപ്പോൾ സുബിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മണിയെ കാണാൻ പോയിരുന്നു. അവിടെ മൃതദേഹം വരെ താഴെയിട്ടു. ആളുകളെ നിയന്ത്രിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അടുത്തൊന്നും പോകാൻ പറ്റിയില്ലെന്നും അംബിക ഓർത്തു. അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജുപിള്ള സുബിയെക്കുറിച്ച് സംസാരിച്ചത്. അവളാകെ പോയി നിൽക്കുന്ന കോ ആർട്ടിസ്റ്റിന്റെ വീട് എന്റേത് മാത്രമായിരിക്കും. വരുമ്പോഴൊക്കെ വിളിക്കും. മരിക്കുന്നതിന് 2 ആഴ്ച മുൻപാണ് തന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞത്. എന്നാൽ അന്ന് താൻ കൊച്ചിയിലായിരുന്നുവെന്നും മഞ്ജുപിള്ള അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അമ്മയുടെ വാക്കുകൾ വൈറലായതോടെ നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തുന്നത്. സുബിയുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം. വിവാഹത്തിന് അടുത്തിരിക്കെയാണ് അപ്രതീക്ഷിത മരണം. തന്റെ അമ്മയെ വിട്ടുപിരിയാൻ താല്പര്യമില്ലാത്തതിനാലാണ് വിവാഹത്തോട് പലപ്പോഴും താല്പര്യമില്ലാഞ്ഞെന്ന് സുബി നേരത്തെ പറഞ്ഞിരുന്നു.